وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. യഖൂലു റഹിമഹുല്ലാഹ് വലി തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കലുണ്ട്, അഥവാ അദ്ദേഹം റിവായത്ത് ചെയ്തിട്ടുണ്ട്. വഹസ്സനഹു അൻ അനസ് സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഖാല അല്ലാഹു തആല യാ ഇബ്ന ആദം ലൗ അതൈതനി ബിഖുറാബിൽ അർദി ഖതായ ثم ലഖീതനി ലാ തുശ്രികു ബി ഷൈഅൻ ലാ അതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ എന്നാണ് ഹദീസ്. അതിന്റെ അർത്ഥം നോക്കാം. ഇമാം തിർമിദി റിവായത്ത് ചെയ്ത ഹദീസാണ്. വഹസ്സനഹു അൻ അനസ് എന്ന് പറഞ്ഞാൽ ഇമാം തിർമിദി ഇത് റിവായത്ത് ചെയ്യുകയും എന്നിട്ട് ഇമാം തിർമിദി തന്നെ ഇത് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഹസനാണെന്ന് ഇമാം തിർമിദി തന്നെ വിധിച്ചു. അത് ഇമാം തിർമിദി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ഇമാം തിർമിദി എന്ത് ചെയ്യും? ഹദീസ് തന്റെ സുനൻ തിർമിദിയിൽ കൊടുത്തിട്ട് അതിന്റെ അവസാനത്ത് മൂപ്പർ തന്നെ അതിന്റെ ഹുക്മ് പറയും. ഇത് സ്വഹീഹാണെന്ന് പറയും, ഇത് ഗരീബാണെന്ന് പറയും, ഇത് ഹസനാണെന്ന് പറയും. അതങ്ങനെ അദ്ദേഹം ചെയ്യാറുണ്ട്, വേറെയും പണ്ഡിതന്മാർ ചെയ്യാറുണ്ട്, അബൂദാവൂദൊക്കെ ചെയ്യാറുള്ളത് പോലെ. സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു. ഖാല അല്ലാഹു തആല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു യാ ഇബ്ന ആദം ലൗ അതൈതനി ബിഖുറാബിൽ അർദി ഖതായ. അല്ലാഹു തആല പറഞ്ഞു അത്രേ, ആദം സന്തതിയെ നീ എന്റെ അടുക്കലേക്ക് ഒരു ഭൂമി നിറച്ചുമുള്ള പാപങ്ങളുമായി എന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ, ഭൂമി നിറച്ചും പാപങ്ങളുമായി നീ എന്നെ കണ്ടുമുട്ടി കഴിഞ്ഞാൽ, സുമ്മ ലഖീതനി നീ എന്റെ അടുത്തേക്ക് വരികയും സുമ്മ ലഖീതനി ലാ തുശ്രികു ബി ഷൈഅ നീ എന്റെ കൂടെ യാതൊന്നിനെയും പങ്കു ചേർക്കാത്ത രീതിയിൽ എന്നെ നീ കണ്ടുമുട്ടുകയും ചെയ്താൽ. അപ്പൊ രണ്ട് കാര്യങ്ങളാ. ഒന്ന്, ഇദ്ദേഹത്തിന് ഈ മനുഷ്യന് ഭൂമി നിറച്ചുമുള്ള അത്ര അധികം പാപമുണ്ട്. ഭൂമി നിറച്ചും മൂന്ന് രീതിയിൽ അത് മനസ്സിലാക്കാൻ പറയും ഇൻഷാ അല്ലാഹ്. പാപമുണ്ട്. രണ്ട്, ഈ പാപം അയാളിൽ ഉണ്ടെങ്കിലും അള്ളാഹുവിനെ അയാൾ കണ്ടുമുട്ടുമ്പോൾ അയാളിൽ യാതൊരു വിധത്തിലുള്ള ശിർക്കും അയാൾക്ക് സംഭവിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ ഈ നിറച്ചും ഈ ഭൂമി നിറച്ചും ഞാൻ നിനക്ക് മഗ്ഫിറത്ത് നൽകുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അത് അത്രയും പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും എന്ന് സാരം. ഏതൊരു ഉപാധി അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലാ തുശ്രിക് ബി ഷൈഅ എന്നുള്ള ഈ ഒരു ഉപാധി അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ. മസായിലോട്ട് കടക്കുന്നതിന്റെ മുന്നേ ഹദീസിന്റെ സിഹത്തിനെ കുറിച്ച് സംസാരിക്കാം. കാരണം നമുക്കറിയാലോ, നമ്മൾ ബുഖാരിയിൽ മുസ്ലിമിൽ വന്നൊരു ഹദീസാണെങ്കിൽ അതിന്റെ സിഹത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കില്ല, കാരണം അതിലുള്ളത് സ്വഹീഹാണ്. അതല്ലാതെ വേറെ മസ്ദറുകളിൽ വന്നിട്ടുള്ളതാണെങ്കിൽ അതിനെ കുറിച്ചിട്ട് പണ്ഡിതന്മാർ അതിന്റെ സിഹത്തിനെ കുറിച്ച് സംസാരിക്കും. അപ്പൊ ഇവിടെ ഷേഖ് റദ്മാൻ ഹഫളഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഹദീസ് ഹസനുൻ ലിഗൈരിഹി ആണെന്ന് പറയുന്നുണ്ട്. ഹസനുൻ ലിഗൈരിഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീകാര്യമായ ഹദീസിന്റെ ഇനത്തിൽപ്പെട്ട ഒന്നാണ്. നമുക്ക് അറിയുന്നത് പോലെ സ്വീകാര്യമായ ഹദീസിൽപ്പെട്ട ഏറ്റവും താഴ്ന്ന ദർജയാണ് ഹസൻ ലിഗൈരിഹി എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം, സഹീഹുൻ ലിദാത്തിഹി ഉണ്ട്, സഹീഹുൻ ലിഗൈരിഹി ഉണ്ട്, ഹസനുൻ ലിദാത്തിഹി ഉണ്ട്, ഹസനുൻ ലിഗൈരിഹി ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ ഓർഡർ തന്നെയാണ് അതിന്റെ തർത്തീബ്. ആദ്യം സഹീഹുൻ ലിദാത്തിഹിയാണ് ഏറ്റവും കാവ്യമുള്ളത്, പിന്നെ സഹീഹുൻ ലിഗൈരിഹി, പിന്നെ ഹസനുൻ ലിദാത്തിഹി, പിന്നെ ഹസനുൻ ലിഗൈരിഹി. ഏറ്റവും താഴ്ന്ന ദർജയിൽ സ്വീകാര്യയോഗ്യമായ ഹദീസിനാണ് ഹസനുൻ ലിഗൈരിഹി എന്ന് വിളിക്കുന്നത്. ആ ഗണത്തിൽ പെടുന്നതാണ് ഈ ഹദീസ് എന്നാണ് ഷെയ്ഖ് റദ്മാൻ ഹഫളഹുല്ലാ പറയുന്നത്. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഹദീസിന്റെ സനദിൽ കസീർ ഇബ്നു ഫായിദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, ബസറക്കാരനായ. അദ്ദേഹം മജ്ഹൂലാണ്. മജ്ഹൂൽ എന്ന് പറയുന്നത് ഹദീസ് ദഈഫ് ആവാനുള്ള കാരണങ്ങളിൽ പെട്ട ഒന്നാണ്. ഒരാൾ മജ്ഹൂലായി കഴിഞ്ഞാൽ ചില പണ്ഡിതന്മാർ ഈ ഹദീസ് ദഈഫ് ആക്കിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ഷെയ്ഖുനാ യഹ്യ ഹഫളഹുല്ലാ. ഷെയ്ഖ് റദ്മാൻ ഇവിടെ പറയുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹം പറയുന്നത് ഹദീസ് ഹസനാണ്, സ്വീകാര്യയോഗ്യമാണ്. മാത്രമല്ല ഈ ഹദീസിന്റെ ഉൾക്കൊള്ളുന്ന ഭാഗത്തെ പിന്താങ്ങുന്ന വേറൊരു ഹദീസ് വന്നിട്ടുമുണ്ട്. അങ്ങനെ പിന്താങ്ങുന്ന വേറൊരു ഹദീസിനെ നമ്മൾ എന്താ വിളിക്കുക? ശവാഹിദുകൾ എന്ന് വിളിക്കും, വേറെ സഹാബിയെ തൊട്ടാണെങ്കിൽ. ആ ഹദീസിൽ അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ആയിക്കൊണ്ട് സഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ളതാണ് ഇതേ അർത്ഥത്തിൽ വരുന്ന വേറൊന്ന്. അതിലെന്തുണ്ട്? വമൻ ലഖിയനി ബിഖുറാബിൽ അർദി ഖതിയ ഏതൊരുവനാണോ ഭൂമി നിറച്ചും പാപങ്ങളുമായിട്ട് എന്നെ കണ്ടുമുട്ടുന്നത്, ലാ യുശ്രികു ബി ഷൈഅൻ ആ കണ്ടുമുട്ടുന്ന സമയത്ത് അവന്റെ അവസ്ഥ എന്താണ്? അവൻ എന്നോട് യാതൊന്നിനെയും പങ്കു ചേർക്കാത്തവനായിക്കൊണ്ട് ലഖീതുഹു ബിഖുറാബിഹാ മഗ്ഫിറ ഞാൻ അവനെ ഇത് നിറച്ചും പാപമോചനമായിട്ട് കണ്ടുമുട്ടുന്നതാണ്. അതായത് ഇത് മൊത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുക്കും. അപ്പൊ ഇവിടെ ഉൾക്കൊള്ളുന്ന അതേ അർത്ഥമാണ് ആ സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസിലും വന്നിട്ടുള്ളത്. അതുകൊണ്ടൊക്കെ ഈ ഹദീസ് എന്താണ്? ഹസനുൻ ലിഗൈരിഹി ആണ്. കാരണം ഈ ഹസനുൻ ലിഗൈരിഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വന്തത്തിൽ ദഈഫ് ആണെന്ന് അർത്ഥം. ആ സ്വന്തത്തിൽ ദഈഫ് ആവാനുള്ള കാരണമാണ് നമ്മൾ പറഞ്ഞത് കസീർ ഇബ്നു ഫായിദ്. വേറെ ഹദീസുകൾ ഉണ്ടായത് കൊണ്ട് സ്വീകാര്യയോഗ്യമായി തീരുന്നതാണ് ഹസൻ ലിഗൈരിഹി എന്ന് പറയുന്നതും സ്വഹീഹ് ലിഗൈരിഹി എന്ന് പറയുന്ന രണ്ടിനങ്ങളും. മസലയിലോട്ട് കടക്കാൻ സമയം ഉണ്ടാവും തോന്നുന്നില്ല. അപ്പൊ ഇവിടെ ബിഖുറാബിൽ അർദി ഖതായ ഭൂമി നിറച്ചും പാപങ്ങൾ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇത് ഷെയ്ഖ് ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നുണ്ട്, ഖുറാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥമായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ട് നമ്മൾ ഇവിടെ ഇപ്പൊ പറയുന്നത്. ഷെയ്ഖ് ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നുണ്ട്, മാ യുഖാരിബുഹ ഇമ്മാ മിൽഅൻ ഔ സിഖലൻ ഔ ഹജ്മൻ മൂന്ന് കാര്യമായിരിക്കാം. ബിഖുറാബിൽ അർദ് അതൊന്നെങ്കിൽ അത് നിറയ്ക്കുന്ന കാര്യങ്ങൾ എന്നാവാം. അതായത് അവന്റെ പാപങ്ങൾ എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാപങ്ങൾ ദുനിയാവ് മൊത്തം നിറയും, അത്രയധികം അവന് പാപങ്ങളുണ്ട് ഏകദേശം.
മാ യുഖാരിബ, അതിനോട് അടുത്ത് വരുന്ന അത്ര പാപങ്ങൾ അവനുണ്ട്. ഒന്നെങ്കിൽ ഇതായിരിക്കും അർത്ഥം. ഔ സിഖലൻ, അല്ലെങ്കിൽ വെയിറ്റ്, അഥവാ അവന്റെ പാപങ്ങളുടെ ഭാരം എന്ന് പറഞ്ഞാൽ, അവന്റെ പാപഭാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ അത്ര ഭാരമുണ്ട് അവന്റെ പാപങ്ങൾ. ഭൂമിക്ക് എത്ര ഭാരമുണ്ടോ അത്രയും ഭാരമുണ്ട് അവന്റെ പാപങ്ങൾ. ഇതും ആവാം. ഔ ഹജ്മൻ, അല്ലെങ്കിൽ വലുപ്പമാവാം, അഥവാ അവന്റെ പാപങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുനിയാവിന്റെ അത്ര ഉണ്ട്, ഭൂമിയുടെ അത്രയുണ്ട് അവന്റെ പാപങ്ങൾ, അത്രയും വലുപ്പമുണ്ട് അവന്റെ പാപങ്ങൾക്ക്. ഈ 3 രീതിയിലും ഏകദേശം അതുപോലെ ഉണ്ട്. ഈ 3 രീതിയിലും നമുക്ക് ഈ ഖുറാബിൽ അർള് എന്നുള്ളത് മനസ്സിലാക്കാം എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഖുറാബ് എന്നുള്ളത് കാഫിന് ദമ്മ വെച്ചിട്ടും കെസ്ര വെച്ചിട്ടും ഉച്ചാരണം വന്നിട്ടുണ്ട് ഷെയ്ഖ് സുലൈമാൻ പറഞ്ഞതുപോലെ. പക്ഷേ കൂടുതൽ പ്രസിദ്ധമായത് ദമ്മ വെച്ചിട്ടാണ്. വല്ലാഹു അല വ അലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.